ജസ്റ്റ് ട്രക്കിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇതാണ് ട്രക്കിൻ്റെ സ്റ്റിയറിംഗ് വീല് കണ്ടില്ലേ. ബ്ലൂ മോട്ടോർ എനർജി എന്നാണ് അതിൻ്റെ പേര്. കറണ്ടിൻ്റെ പൈപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഇത് മറ്റേ കിങ് പിന്നും കാര്യങ്ങളും ഹെഡ് പിടിക്കുന്ന സ്ഥലങ്ങളാണ്. ഹായ് ഗൈസ്, ദിസ് ഈസ് മൈ വ്ലോഗ് നമ്പർ 8. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. കാര്യം ഞാൻ ഇപ്പോൾ ചെന്നൈയിലാണ്. ഇത് ഞാൻ ഓടിക്കുന്ന ട്രക്കാണ്. ഞാൻ ഇപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ നേരെ ചെന്നൈയിലേക്ക് വന്നു. ചെന്നൈയിൽ വന്നിട്ട് ഒരു ട്രക്ക് ഡ്രൈവറിൻ്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നേരെ അത് അങ്ങോട്ട് പിടിച്ചു. അപ്പോൾ ഇപ്പോൾ ഇത് മറ്റേ ഞാനിപ്പോൾ ചെന്നൈയിൽ നിന്ന് കോൺകോർ എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ഗ്രാമപ്രദേശത്താണ് വന്നേക്കണത്. ഇവിടെ ഇരുമ്പിൻ്റെ ബാറുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് നേരെ പോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നേരെ എക്സ്പോർട്ട് ചെയ്യണ സംഭവമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഈ കമ്പനികളില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സംഭവങ്ങളൊന്നും അറിയില്ല. ഇവിടെ ഈ കമ്പനീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പല സ്ഥലത്തും കുറേ കമ്പനികളുണ്ട്. നമ്മുടെ കേരളത്തിലും അതുപോലെ കമ്പനികൾ വന്നിട്ടുണ്ടെങ്കിൽ കുറേ പിള്ളേർക്ക് ഇപ്പോൾ വളർന്നു വരുന്ന കുറേ പിള്ളേർക്ക് ജോലി കിട്ടും. ഇവിടെ തന്നെ കണ്ടില്ലേ, കുറേ പുറത്തുനിന്ന് ബംഗാളികൾ വന്നിട്ട് ഇവിടെ താമസിച്ചിട്ട് ആണ് എന്നിട്ട് ഇവിടെ ജോലിക്ക് എടുക്കുന്നത്. അവിടുത്തെ അവിടെ അവരുടെ ഭാര്യയും കൊച്ചുങ്ങളും എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടാണ് അവർ ജോലി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെ വലിയ വിലയില്ല, കാരണം ഈ കമ്പനീസ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു കമ്പനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പൂട്ടിക്കാൻ നടക്കുന്ന ആൾക്കാരായിരുന്നു മൊത്തം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളെ വി.ഡി. സതീശൻ സാറും ആളൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും കമ്പനികളൊക്കെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രക്ക് ഡ്രൈവർമാർക്കും ഇങ്ങനെ ഓപ്പർച്യൂണിറ്റികൾ കിട്ടും. കുറേ അധികം ആൾക്കാർ ഇങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് ചോദിക്കുമ്പോൾ തന്നെ ഞാൻ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഡ്രൈവിങ് കുറച്ച് പാഷനേറ്റ് ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ പറ്റുമോ, ഓടിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം ഏത് വണ്ടിയിൽ ഓടിച്ചുകൊണ്ടിരിക്കണേന്നാണ് ചോദിച്ചത്. പക്ഷേ ഇവിടെ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറിയത്. അപ്പോൾ എനിക്ക് പാഷനേറ്റായിട്ട് ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ഇതാണ്, റെസ്റ്റോറൻറ്റ് പോലത്തെ സംഭവങ്ങളാണ്, കിയോസ്കാണ് സംഭവമാണ്. പക്ഷേ അത് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിലൊരു ഫണ്ടിങ്ങിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു വർക്ക് പോലെ ഞാനിത് ഇങ്ങോട്ട് ചൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഓടിക്കുന്ന ട്രക്ക് ഞാൻ ജസ്റ്റ് വീഡിയോ ഞാനത് കാണിക്കാം. ഇത് ട്രെയിലർ ട്രക്കാണ്, 20 ഫീറ്റ് ട്രെയിലർ ട്രക്കാണ്. അപ്പോൾ അതിൻ്റെ ലൈസൻസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ആ ലൈസൻസൊക്കെ എടുക്കുന്നത് വലിയൊരു കാര്യമായിട്ട് അതൊക്കെ ഫീൽ ചെയ്യണ ഒരു കാര്യമാണ്. അപ്പോൾ ഞാനതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ട്രെയിലറിൻ്റെ ലൈസൻസ് എടുത്ത് നേരെ ഇങ്ങോട്ട് പോരായിരുന്നു. അപ്പോൾ ഇത് LNGയുടെ ട്രക്കാണ്. LNG. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിക്കാം. LNG നമ്മുടെ നാട്ടിൽ അങ്ങനെ LNG അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതലും LNG കാണുന്നത്. ഇടയ്ക്കും തലയ്ക്കൊക്കെ ഞാൻ ജസ്റ്റ് കാണാറുണ്ട്, പക്ഷേ അങ്ങനെ കൂടുതലായിട്ട് ഞാൻ കാണാറില്ല LNG. പക്ഷേ LNG നല്ലൊരു സംഭവമുണ്ട്. പെട്രോളിനെയും ഡീസലിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രക്കിനൊക്കെ LNG എന്ന് പറയുന്നത് കൂടുതൽ മൈലേജ് കിട്ടും. പിന്നെ ഒറ്റ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീസലൊക്കെ മേടിച്ച് ഒഴിക്കണ പോലെ നമുക്ക് അങ്ങനെ ഒഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ട്രക്കിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇതാണ് ട്രക്കിൻ്റെ സ്റ്റിയറിംഗ് വീല് കണ്ടില്ലേ. ബ്ലൂ മോട്ടോർ എനർജി എന്നാണ് അതിൻ്റെ പേര്. ഞാനത് അവിടെ കേട്ടിട്ടില്ല, നമ്മുടെ നാട്ടിലൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുമായിരുന്നു ഇത് എന്തിട്ട് ബി എന്നുള്ള സംഭവം. അപ്പോൾ അവർ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കമ്പനിയിലൊക്കെ പോയി, കുഴപ്പമില്ല. ഇത് AC-യുടെ കൺസോളാണ്. ഇത് ബാക്കിയുള്ള സ്വിച്ചുകൾ, ഡിഫറൻഷ്യൽ ലോക്ക്, മറ്റേത് ഫോഗ് ലാമ്പ്, ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പ്. ഇത് മറ്റേ ഹെഡ്ലൈറ്റിൻ്റെ സംഭവം, ഇത് ഹോൺ, ഇത് ടെമ്പറേച്ചറിൻ്റെ ഗേജ് ആണ്. ഇത് എന്തിട്ടാണ്, ഇത് റേഡിയോ, ഇത് അങ്ങനെ. ഇത് 9+1 ഗിയർ ബോക്സ് കണ്ട. ഇതെൻ്റെ ഫാൻ. അതെ, വെള്ളം തീർന്നു, ഇന്ന് മേടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പണിയിലാവും. അത് ബാഗ് കൊണ്ടുവന്ന പോലെ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇത് ബക്കറ്റ്, മുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വിരിച്ചിടും, കണ്ട അഴ പോലെ ഇങ്ങനെ കെട്ടിക്കണ്ട. ഇത് രാത്രിയാകുമ്പോൾ നമുക്കൊരു പ്രൈവസി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഭംഗി നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല. നേരെ ഇങ്ങനെ കെട്ടണം. എന്നിട്ട് ഈ ഫാൻ എടുത്ത് ഇത് അവിടെ ഒരു ഹുക്ക് കണ്ടോ, അതവിടെ കണ്ട, ഞാൻ കാണിച്ചുതരാം. ഇതവിടെ ഒരു ഹുക്ക്, അതുമ്പോൾ തൂക്കിയിടാനായിട്ട് പറ്റും. അതുമ്പോൾ ഇതിൻ്റെ ഈ സാധനം തൂക്കണം. ഇതിൻ്റെ ബാക്കിലൊരു സംഭവമാണ്, ഈ ക്ലാമ്പ് എടുത്തിട്ട് അവിടെ തൂക്കിയാൽ മതി. ഇതാണ് ഈ
ട്രെയിലർ ട്രക്കിൻ്റെ ഹെഡിൻ്റെ എന്നിട്ട് ഇത് ഹാൻഡ് ബ്രേക്കാണ്, ഇത് ടെയിലിൻ്റെ ഹാൻഡ് ബ്രേക്ക്. അതും വേണ്ടി ഞാൻ തൂക്കിയിട്ടേക്കണേ. തൂക്കിയിടാനൊന്നും പാടില്ല. ഈ ഫാനിൻ്റെ കണക്ഷൻ ഞാൻ എൻ്റെ ഇതുമ്മയ്ക്ക് ഒരു മൊബൈൽ കടക്കാരനെ കൊണ്ട് കൂട്ടുകാരൻ പറഞ്ഞത് സോൾഡർ ചെയ്യിപ്പിച്ച് അങ്ങനെ ഞാൻ ഇത് കാർ ഹോൾഡറുമ്മയ്ക്ക് ഇതുമ്മയ്ക്ക് കണക്ട് ചെയ്യും. അതാണ് എൻ്റെ പരിപാടി. അങ്ങനെ ട്രക്കിൻ്റെ ഞാനൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യണതിൻ്റെ സെറ്റപ്പൊക്കെ കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ലൈറ്റ്, ഇവിടെ ഒരു സംഭവം അങ്ങനെ തുറക്കണത്. അങ്ങനെ പോകുന്നു കാര്യം. സാധാ ട്രക്കിൻ്റെയൊക്കെ ഒരു ഹയസ്റ്റ് വെർഷൻ വേണ്ട. ഇവിടെയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ വന്ന് താമസിക്കണം. അവരുടെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടില്ലേ, അതിൻ്റെ ബാക്കിലൊരു സംഭവം കണ്ട, അതുപോലെ നമ്മുടെ വണ്ടിയുടെ ബാക്കിലും ഉണ്ട്. അതാണ് ഇതിൻ്റെ ടാങ്ക്, LNGയുടെ ടാങ്ക്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം. ഇവിടേക്കാണ് ഞാൻ വന്നേക്കണത്. ഈ ഒരു കമ്പനിയിലാണ് അയൺ ബാറുകൾ ഉള്ളത്. അയൺ ബാറുകൾ നേരെ വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിലും കയറ്റിയിട്ടുണ്ട്. അത് കയറ്റിയിട്ട് ഇവിടെ നിന്ന് നേരെ പോർട്ടിലേക്ക് പോകണമാണ് നമ്മുടെ ഇന്നത്തെ യജ്ഞം. ഇതാണ് LNGയുടെ ടാങ്ക്. ഞാൻ ഇതിനകത്ത് വെച്ച് പറഞ്ഞായിരുന്നല്ലോ. പുറത്തിറങ്ങിയിട്ട് നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ എയർ പൈപ്പുകളാണ്. എയർ പൈപ്പ്, ഇത് മറ്റേ ഇതിൻ്റെ കറണ്ടിൻ്റെ പൈപ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഇത് മറ്റേ കിങ് പിന്നും കാര്യങ്ങളും ഹെഡ് പിടിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതതിൻ്റെ ലിവർ താഴ്ത്തിക്കാക്കാനായിട്ടുള്ളത്. ഉണ്ട്, ഈ ലിവർ പിടിച്ചിട്ട് വലിച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു. ഇത് ഡിഫറൻഷ്യൽ പൊക്കാനും താത്താനുള്ളതാണ്. ഇപ്പോൾ താന്നിരിക്കുകയാണ്, ഞാൻ താഴ്ത്തി വെച്ചേക്കാണ്. കാരണം ലോഡ് കയറിയേക്കല്ലേ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇവരൊരു ബില്ല് തരും. ആ ബില്ല് തന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. കണ്ടില്ലേ, എന്നിട്ട് വേണം ഇത് അടയ്ക്കാനായിട്ട്. എയർ സസ്പെൻഷനാണ്, അതിൻ്റെ ബലൂണുകളാണ് കാണുന്നത്. എന്താ അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിൽ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് വരുന്നവരേക്കും ബൈ.